നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 27-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കാലവർഷം കൂടുതൽ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഞായറാഴ്ച മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലേർട്ടുകളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഞായറാഴ്ചയോടെ മഴയുടെ തീവ്രത വർദ്ധിക്കുന്നതിനെ തുടർന്ന് പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയോടെ വടക്കൻ കേരളത്തിൽ മഴ അതിശക്തമാകും. കാസർഗോഡ്, കണ്ണൂർ, അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലകളിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഓറഞ്ച് അലേർട്ടായിരിക്കും. കൂടാതെ ചൊവ്വാഴ്ച വയനാട് ജില്ലയിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരും. ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തന്നെ തീരദേശവാസികളും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ ഉള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. വാട്സാപ്പ് വഴി ഇലക്ട്രോണിക് KYC വീണ്ടും ചെയ്യണമെന്നും ജൂൺ മാസം 30-നകം ഇത് ചെയ്തില്ല എങ്കിൽ നമുക്ക് പിന്നീട് ധനസഹായം ലഭിക്കുന്നതല്ല എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രചരണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് 2026-27 സാമ്പത്തിക വർഷത്തെ നിർബന്ധിത ബയോമെട്രിക് മസ്റ്ററിങ്ങിന് വേണ്ടിയുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അഥവാ അങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ അത്തരം വിവരങ്ങളൊക്കെ തന്നെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ നിലവിൽ ഇപ്പോൾ ആളുകളിലൊക്കെ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാകാനായിട്ടുള്ള കാരണം അത് PM കിസാൻ സമ്മാൻ നിധിയുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫേസ് ഒതൻറ്റിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാധകമാണ് എന്നൊരു നിർദ്ദേശം വരുന്നത് കൊണ്ടാണ്. മൊബൈൽ ആപ്പിലെ ഈ ഒരു പുതിയ അപ്ഡേഷനാണ് ഇപ്പോൾ ജൂൺ മാസം 30-നകം തന്നെ KYC ചെയ്യണം എന്ന രീതിയിലൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതെങ്കിൽ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് ഇലക്ട്രോണിക് KYC ഉൾപ്പെടെ മുൻപ് തന്നെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ കണ്ട് ആരും പരിഭ്രാന്തരാകേണ്ടതില്ല. നമ്മുടെ ഇലക്ട്രോണിക് KYCയുടെ സ്റ്റാറ്റസ് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. എന്നാൽ ഇത് പൂർത്തിയാക്കാൻ ജൂൺ മാസം 30-ാം തീയതി വരെ മാത്രമേ സമയം അനുവദിച്ചിട്ടുള്ളൂ എന്ന രീതിയിലുള്ള വാർത്ത അത് പൂർണ്ണമായിട്ടും വാസ്തവവിരുദ്ധമാണ്. ഈ തീയതിക്ക് ശേഷവും നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ചുരുക്കത്തിൽ ഇതുവരെയും ഇലക്ട്രോണിക് KYC ഒട്ടും ചെയ്യാത്തവർ മാത്രം ഇത് ചെയ്താൽ മതിയാകും. ബാക്കിയുള്ളവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞതോടുകൂടി ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് ഉടൻ ആശ്വാസം എത്തുമെന്ന പ്രതീക്ഷ ശക്തമാവുകയാണ്. പെട്രോൾ, ഡീസൽ വിലയിൽ പെട്ടെന്ന് മാറ്റമുണ്ടാകാൻ സാധ്യത കുറവാണെങ്കിലും വാണിജ്യ LPG സിലിണ്ടറിനും വിമാന ഇന്ധനത്തിനുമൊക്കെ ജൂലൈ 1 മുതൽ വിലക്കുറവ് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. പശ്ചിമേഷ്യയിലെ സംഘർഷം ശമിച്ചതും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം സാധാരണ നിലയിലായതുമാണ് ക്രൂഡ് ഓയിലിൻ്റെ വില താഴാനായിട്ട് പ്രധാന കാരണമായി മാറിയത്. നിലവിൽ രാജ്യാന്തര വിപണിയിൽ ബ്രന്റ് ക്രൂഡിൻ്റെ വില ബാരലിന് $73 താഴെ എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് $65 വരെ താഴാൻ സാധ്യതയുണ്ടെന്നാണ് വിപണി വിദഗ്ധരൊക്കെ തന്നെ വിലയിരുത്തുന്നത്. നേരത്തെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ആഗോള ഇന്ധന വിതരണം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ലോക ചരക്ക് ഗതാഗതത്തിൻ്റെ ഏകദേശം 20% നടക്കുന്നതാകട്ടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഒരു ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് മുൻപ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 40% ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഹോർമുസ് വഴിയായിരുന്നു എത്തിയിരുന്നത്. തുടർന്ന് വിതരണം കുറഞ്ഞെങ്കിലും സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള കയറ്റുമതി പിന്നീട് മെച്ചപ്പെട്ടു. എന്നാൽ ഇറാഖ്, കുവൈറ്റ്, അതോടൊപ്പം തന്നെ ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിതരണം ഏറെക്കുറെ നിലച്ച മട്ടിലായിരുന്നു. ഈ സാഹചര്യത്തിൽ യുദ്ധകാലത്ത് എണ്ണ കമ്പനികൾക്ക് ആശ്വാസം നൽകാൻ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്ന പെട്രോൾ, ഡീസൽ എക്സൈസ് ഡ്യൂട്ടി പുനഃപരിശോധിക്കാനാണ് സാധ്യത. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ പശ്ചാത്തലത്തിൽ ആദ്യം എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റം വരുത്തിയ ശേഷമായിരിക്കും റീറ്റെയിൽ ഇന്ധന വില കുറയ്ക്കുന്ന കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനമുണ്ടാകുക. ക്രൂഡ് ഓയിൽ വില ബാരലിന് $10 വീതം കുറയുകയാണെങ്കിൽ ഇന്ത്യയുടെ വാർഷിക എണ്ണ ഇറക്കുമതി ചെലവിൽ ഏകദേശം $1400 കോടി വൻ ലാഭമുണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക നില ഭദ്രമാക്കാനും അതോടൊപ്പം തന്നെ വിലക്കയറ്റം നിയന്ത്രിക്കാനും സർക്കാരിന് വലിയ രീതിയിൽ പിന്തുണ ഏകും.
അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളായിട്ടുള്ള ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനായിട്ട് 1080 കോടിയോളം രൂപയാണ് ധനവകുപ്പ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ അർഹരായവരുടെയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതമുള്ള പെൻഷൻ തുക ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ തുക കാത്തിരിക്കുന്നവർ കൂടി അതൊരു ആശ്വാസമായിട്ട് മാറുന്നതായിരിക്കും. ബാങ്കുകളുടെയൊക്കെ തന്നെ സെർവർ പ്രശ്നങ്ങളോ സാങ്കേതിക ബുദ്ധിമുട്ടുകളോ കാരണം ചിലരുടെ അക്കൗണ്ടുകളിൽ പണം പ്രതിഫലിക്കാനായിട്ട് കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടായേക്കാം. എന്നതിനാൽ തന്നെ തുക ഉടനടി കണ്ടില്ലെങ്കിലും നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, വാർദ്ധക്യകാല പെൻഷൻ, അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളി പെൻഷനുകളൊക്കെ തന്നെ കൈപ്പറ്റുന്നവർക്കാണ് ഈ ഘട്ടത്തിൽ തുക ലഭിക്കുന്നത്. എന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നതല്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഇനി ഇതുപോലെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരെ സംബന്ധിച്ച് സഹകരണ സംഘങ്ങൾ വഴിയൊക്കെ തന്നെ പണം നേരിട്ട് കൈകളിലേക്ക് എത്തിക്കുമ്പോൾ ആ തുക അത് മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് വക മാറ്റുകയോ പിടിച്ചു വയ്ക്കുകയോ ചെയ്യരുതെന്ന് ഇപ്പോൾ അധികൃതർ കർശന നിർദ്ദേശമാണ് സഹകരണ സംഘങ്ങൾ നൽകിയിരിക്കുന്നത്. കൂടാതെ കേന്ദ്രവിധത്തിന് അർഹതയുള്ള NSAP ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിധം അത് കുറച്ചുള്ള തുകയായിരിക്കും ലഭിക്കുക. എങ്കിലും ഈ കുറവ് വന്ന തുകയാകട്ടെ പരമാവധി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഏറ്റവും ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അന്ത്യോദയ അന്ന യോജന മഞ്ഞ റേഷൻ കാർഡുകളുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ളൊരു മാറ്റത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ഇതിനായിട്ട് 2013 ഭക്ഷ്യഭദ്രതാ നിയമം ഭേദഗതി ചെയ്യുന്നതായിരിക്കും. നിലവിൽ ഓരോ അന്ത്യോദയ കുടുംബത്തിനും അംഗങ്ങളുടെയൊക്കെ തന്നെ എണ്ണം പരിഗണിക്കാതെ പ്രതിമാസം 35 കിലോ ഭക്ഷ്യധാന്യം നൽകുന്ന രീതിയാണ് മാറുന്നത്. പകരം ഓരോ അംഗത്തിനും 7 കിലോഗ്രാം വീതം നൽകുന്നതാണ്. എന്നാൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന പരമാവധി ഭക്ഷ്യധാന്യം അത് 35 കിലോ തന്നെയായിട്ട് തുടരും. ഈ പുതിയ ഭേദഗതി പ്രകാരം 1-2 പേർ മാത്രമുള്ള അന്ത്യോദയ കുടുംബങ്ങൾക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 35 കിലോ ഭക്ഷ്യധാന്യത്തിൽ കുറവുണ്ടാകും. എങ്കിലും കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് അർഹമായിട്ടുള്ള വിഹിതം കൃത്യമായിട്ട് ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ജൂലൈ മാസം മുതൽ APL അതായത് നീല കാർഡുകൾക്ക് ഗോതമ്പ് വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സാധാരണക്കാരായിട്ടുള്ള നിരവധി APL കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. മുൻപ് നിർത്തലാക്കിയിരുന്ന ഈ ഗോതമ്പ് വിതരണം പുനരാരംഭിക്കുന്നതിലൂടെ വിപണിയിലെ വിലക്കയറ്റത്തിന് ഒരു പരിധിവരെ തടയിടാനായിട്ട് സാധിക്കും. ജൂലൈ മാസം മുതൽ റേഷൻ കടകൾ വഴി 3 കിലോ വരെ ഗോതമ്പാണ് APL റേഷൻ കാർഡുകൾക്ക് ലഭ്യമാവുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇരട്ട നിരക്കുമായെത്തിയ സ്വർണ്ണവിലയിൽ 2026 ജൂൺ 26 ഇന്നലെ വെള്ളിയാഴ്ച വർധനവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 25 രൂപ കൂടി 12,980 രൂപയും പവന് 200 രൂപ കൂടി 1,03,840 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.